Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. ആ കഴിച്ചു സുഷ. അപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞോളൂ. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ജസ്നയുടെ ബാബ ഉറങ്ങിയോ? ഇനി ഉറങ്ങിയോ ജസ്നയുടെ? ഉറങ്ങാണല്ലേ? ഓക്കെ ഓക്കെ. ഈ സമയമാകുമ്പോഴേക്കും ആള് ഉറങ്ങൂല്ലേ? പഠിക്കാം. അപ്പൊ നമുക്ക് നമ്മള് കഴിഞ്ഞ ദിവസത്തേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോഴേ തന്നെ വായിച്ചു നോക്കണം കേട്ടോ. ഇപ്പോഴേ തന്നെ പഠിച്ചു പോവാട്ടോ. കിട്ടുന്ന സമയത്ത് ലാസ്റ്റത്തേക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടെ വെക്കരുത് കേട്ടോ. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സുകളാണല്ലോ തേർഡും ഫോർത്തും ഒക്കെ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഓക്കെ ശ്രീലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കുറച്ച് ഫോർമുലകളും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന് എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട്, അതിന്റെ സ്വാധീനം അല്ലെ? അത് അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പറഞ്ഞു നമ്മൾ അല്ലെ? അന്താരാഷ്ട്ര തലത്തിൽ ഏകീകൃതമായിട്ട് അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം. അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, വളരെ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റകളായിരിക്കണം. പിന്നെന്താണ് പറഞ്ഞത്? ഈ ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന അനാലിസിസ്, അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാറ്റത്തിലേക്കുള്ള രീതിയിലായിരിക്കണം അല്ലെ? ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലായിരിക്കണം എന്ത് വേണ്ടത്? ആ ഒരു കൺക്ലൂഷൻ എത്തേണ്ടത് അല്ലെ? അനാലിസിസ് ഓഫ് ഡാറ്റ. ഓക്കെ, നിങ്ങൾ കുറച്ച് പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെത്ത് റേറ്റിനെ പറ്റിയാണ് അല്ലെ? ഡെത്ത് റേറ്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. ഡെത്ത് റേറ്റ് മെഷേഴ്സ്, അതെ, നമ്മള് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പറയാ അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ? പിന്നെ നമ്മള് ഹോസ്പിറ്റൽ അധിഷ്ഠിതമായിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് അല്ലെ? ശിശു മരണ നിരക്കാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, ആകെ ജനനങ്ങളില് 1 വയസ്സിന് താഴെ ഉള്ള അല്ലെ, 1 വയസ്സിന് താഴെ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണമാണ് അല്ലെ? ഇതിനെയാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത്. അതിനുള്ള ആ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ നമ്മൾ കണ്ടു അല്ലെ? ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇൻ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുലയെ നമ്മൾ പഠിച്ചു. ഇത്രയും വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് ആണ് കേട്ടോ. എന്താണ് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്? എന്താണ് പ്രിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? ഓക്കെ, കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളും ക്ലാസ് എടുക്കണ്ടല്ലോ. അപ്പൊ വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ചൂടുവെള്ളമൊക്കെ കുടിച്ചൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഭയങ്കര ത്രോട്ട് പെയിനാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ വരുന്നുണ്ട്. സംസാരത്തിലുണ്ടെങ്കിലും ത്രോട്ടിൽ ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ എടുത്തു പോവാറില്ല. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, കുറവുണ്ട്. ഓക്കെ, താങ്ക് യു അന്വേഷിച്ചതിന് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്താണ്. ഓക്കെ, എനിക്ക് ഒരു കാലാവസ്ഥയുടെ എന്നാ തോന്നുന്നത് കേട്ടോ. കാലാവസ്ഥയുടെ പ്രശ്നമാണോ? മിക്കവർക്കുണ്ട്, പനിയും എല്ലാം ഉണ്ട്. അത് തന്നെ, ഇപ്പൊ ഇൻഫെക്ഷനൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതായിരിക്കും. ഇനിയിപ്പോ ചൂട് കാലത്തിലോട്ട് വരികയാണല്ലോ, മഞ്ഞിന്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ചൂടിലേക്ക് കിടക്കാണല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കും.
ഓക്കെ. ജിസ്മിനി ഇപ്പൊ ബാംഗ്ലൂരാണോ? ബാംഗ്ലൂരാണോ? നോക്കാം നമുക്ക് കേട്ടോ. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ഓക്കെ ജിസ്മിനി. ഓക്കെ. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ നോക്കാം. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. അതായത് എന്താണ് പ്രിവാലൻസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? പ്രിവാലൻസ് രോഗവ്യാപനമാണ്. അതന്നെ ജിസ്ന, കറക്റ്റ് ആണ്. വ്യാപിക്കുക അല്ലെ, വ്യാപനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിവാലൻസ്. കറക്റ്റ് ആണ് കേട്ടോ സുഷ, ജിസ്ന കറക്റ്റ് ആണ്. പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ വ്യാപനമാണ് കേട്ടോ. അപ്പൊ ഒരു രോഗവ്യാപനത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Prevalence referred to as a prevalence rate is the proportion of persons in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? ഒരു സ്പെസിഫൈഡ് പോയിന്റ് ഇൻ ടൈം അല്ലെ, ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക കാലയളവില് ഒരു നിശ്ചിത പോപ്പുലേഷനിൽ, അങ്ങനെയല്ലേ നമ്മളെല്ലാം മറ്റെല്ലാം പറഞ്ഞത് അല്ലെ, ഒരു പ്രത്യേക കാലയളവില് ഒരു പ്രത്യേക സമയത്ത് ഒരു നിശ്ചിത പോപ്പുലേഷനിൽ എന്താണ് രോഗം ബാധിച്ച ആളുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അനുപാതമാണ് എന്ന് പറയുന്നത് പ്രിവാലൻസ്. മനസ്സിലായോ? പ്രിവാലൻസ് റേറ്റ് അല്ലെ, രോഗവ്യാപനത്തിന്റെ നിരക്ക്. എന്താണ് രോഗവ്യാപനത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലോ ഒരു സ്പെസിഫിക് പോപ്പുലേഷനില് അല്ലെ, ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയില് ഒരു പ്രത്യേക രോഗമോ രോഗാവസ്ഥയോ ഉള്ള ആളുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത് പ്രിവാലൻസ് റേറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് കോവിഡിന്റെ എക്സാമ്പിൾ തന്നെ വേണമെങ്കിൽ എടുക്കാം അല്ലെ. നമുക്കറിയാം ഒരു 2019 തൊട്ട് 2021 കാലഘട്ടം വരെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിച്ച് ഒരു രോഗമായിരുന്നു അല്ലെ, ഒരു അവസ്ഥയായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ ഒരു ഡെഫിനീഷൻ ആയിട്ട് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രത്യേക സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിലോ അല്ലെ, ആ ഒരു കാലഘട്ടത്തിലല്ലേ ഏറ്റവും പീക്കിൽ വന്നത്. ആ ഒരു കാലഘട്ടത്തില് ഒരു പെർട്ടിക്കുലർ ഇവിടെ പോപ്പുലേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, കാരണം വേൾഡ് വൈഡ് ഉണ്ടായിരുന്നു കോവിഡ് അല്ലെ, വേൾഡ് വൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നു ഒരു നിർദ്ദിഷ്ട എന്താണ് പോപ്പുലേഷനില് എന്താണ് ഒരു പ്രത്യേക രോഗമോ രോഗാവസ്ഥയോ ഉള്ള ആളുകളുടെ എണ്ണം അല്ലെ, കോവിഡ് ബാധിച്ചവരുടെ എണ്ണം. കോവിഡ് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞത് മാത്രം കേട്ടോ. ഇത്രയൊന്നും നീട്ടി പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി? The number of cases of disease in a population at a given time. സിമ്പിൾ സെന്റൻസിൽ അത്രയും പറഞ്ഞാൽ മതി. ഇത്രയൊന്നും നീട്ടിപ്പിടിച്ച് പറയണ്ടോ. അതായത് the number of cases of disease അല്ലെ, number of cases of disease എന്താണ് in a population at a എന്താണ് given time, ഒരു നിശ്ചിത സമയത്ത് ഒരു പോപ്പുലേഷനകത്ത് രോഗം ബാധിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ എന്താണ് രോഗബാധിതരുടെ അനുപാതം, അതിനെയാണ് നമ്മൾ പ്രിവാലൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് നിങ്ങൾ പഠിക്കാം കാരണം അതിൽ നിന്ന് ഇടയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. പ്രിവാലൻസ് റിഫേർഡ് ടു എസ് എ പ്രിവാലൻസ് റേറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് എന്താണ് ശരിയാ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ആ പോയിന്റോ? ഏത് പോയിന്റ്? പ്രിവാലൻസിന്റെ പോയിന്റ് ആണോ? അതേ വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. പ്രിവാലൻസ് പറയാം അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. അതായത് ഇപ്പൊ വായിക്കുന്നത് പ്രിവാലൻസ് റിഫേർഡ് ടു ആസ് എ പ്രിവാലൻസ് റേറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ്. ഷോർട്ട് ആക്കി പറഞ്ഞത്. ഓക്കെ, പറയാട്ടോ. Is the proportion of persons in a population who are affected with a particular disease or attribute at a specified point in time over a specified period. ഇതിനെയാണ് ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? The number of നോക്കിക്കോട്ടോ, നമ്പർ അല്ല, the total number of cases of a disease, the total number of cases of a disease present in a population at a given time. അങ്ങനെ വേണമെങ്കിൽ എഴുതി വെച്ചോ, കാരണം നിങ്ങൾ ഇത് ഇങ്ങനെ ഇത്രയും വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ട. സിമ്പിൾ ആയിട്ട് പഠിക്കില്ലല്ലോ എളുപ്പം. അപ്പൊ നോക്കുക, അവിടെ വായിക്കാണ് the total number of cases of disease
present in a population at a given time. ഈ പറഞ്ഞ കാര്യത്തിനെയാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് കേട്ടോ. അതായത് ഒരു പ്രത്യേക കാലയളവില് ഒരു നിർദ്ദിഷ്ട ഒരു സ്പെസിഫിക് പോപ്പുലേഷനകത്ത് എന്താണ് രോഗബാധിതരുടെ ആകെ എണ്ണമാണ്. രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണത്തിനെയാണ് നമ്മൾ പ്രിവാലൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കാം. ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചൊക്കെ പറയുന്നത് കേട്ടോ. നോക്കാം, ഒന്നുകൂടെ പറയണോ? അതായത് the total number of cases of disease, the total number of cases of a disease present in a particular population number present in a population at a given time. എന്നോട് പറയാണ് the total number of cases of a disease present in a population at a given time. Okay. അടുത്ത നോക്കാം. Prevalence is a measure of disease that lets us determine a person's likelihood of having a disease. എന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. എന്താണ് അവിടെ പറയുന്നത്? Prevalence is a measure of disease. വ്യാപനമാണ് അല്ലെ? Prevalence എന്ന് വെച്ചാൽ വ്യാപനം എന്ന അർത്ഥമാണ്. അപ്പൊ പ്രിവാലൻസ് ഈസ് എ മെഷർ ഓഫ് ഡിസീസ് അല്ലെ? ഒരു രോഗത്തിന്റെ അളവാണ് അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ അളവാണ്. എന്താണത്? that lets us determine a person's likelihood of having a disease. അതായത് ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കാനുള്ള ഒരു സാധ്യത അല്ലെ? രോഗം ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ രോഗം വ്യാപിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന ഒരു എന്താ പറയാ യൂണിറ്റ് ആണ്, എന്ന് അളക്കുന്നതാണ് എന്ത്? പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? Prevalence is a measure of disease that lets us determine a person's likelihood of having a disease. ആ ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അളക്കുന്നത് പ്രിവാലൻസിലൂടെയാണ് അല്ലെ? പ്രിവാലൻസ് റേറ്റിലൂടെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്രത്തോളം ആളുകൾക്ക് ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് കേട്ടോ പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. നോക്കാം. So the number of prevalent cases is the total number of cases of disease that exist in a population. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് അല്ലെ? എന്താണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് that exist in a population. ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന്റെ എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ് ഈ പറയുന്ന രോഗബാധിതരുടെ ആകെ എണ്ണം അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിവാലന്റ് കേസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഞാൻ തിരിച്ചു മറിച്ച് പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. പിന്നെന്താണ് പറയുന്നത്? പേഷ്യന്റിന്റെ ആകെ എണ്ണം. അതന്നെ നോക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത് കേട്ടോ? നോക്കുക, അവിടെ ഒരു ഫോർമുല പോലെ അല്ല കൊടുത്തേക്കുന്നത്, പക്ഷെ നാളൊന്ന് ശ്രദ്ധിക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The prevalence is measured by dividing the number of persons with the disease or condition at a particular time point by the number of individuals examined. അത് വേണമെങ്കിൽ ഒരു ഫോർമുല പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം. എന്താണ്? The number of persons with the disease or condition at a particular time point divided by എന്താണ്? The number of individuals examined. എന്താണ് പറയുന്നത്? നമ്മളൊരു ഫോർമുല രീതിയിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പോയിന്റില് ഒരു പ്രത്യേക സമയത്ത് എന്താണ് ഒരു സ്പെസിഫിക് പോപ്പുലേഷനില് രോഗം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ അതിനെ എന്തുകൊണ്ട് ഹരിക്കണം നമ്മള്? the number of individuals examined, the total number of individuals examined. അതായത് ആകെ എത്ര ആളുകളെ പരിശോധിച്ചു അല്ലെ? ആകെ എത്ര ആളുകളെ പരിശോധിച്ചു എന്നതാണ് കേട്ടോ. ഒന്നുകൂടെ പറയാണ്, the number of persons with the disease or conditions at a particular time point. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് ഒരു സ്പെസിഫിക് പോപ്പുലേഷന്റെ രോഗം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണം divided by എന്താണ്? The number of individuals examined, the total number of individuals examined. അതായത് രോഗം പരിശോധിച്ച ആളുകളുടെ ആകെ എണ്ണം. രോഗം പരിശോധിച്ച ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്ന് പറഞ്ഞ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഓഫ് ഡിസീസ് അല്ലെ? ഡിസീസ് വരാൻ സാധ്യതയുള്ളവരിലല്ലേ നമ്മൾ പരിശോധന നടത്താം.
അല്ലെ? ആ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പരിശോധന നടത്തുക. അങ്ങനെ ടോട്ടൽ എത്ര ആളുകളിൽ പരിശോധന നടത്തി അതിൽ എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു അനുപാതമാണ് എന്ത്, പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാണ്, പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഡിവൈഡഡ് ബൈ എന്താണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്, അല്ലെ? പരിശോധിച്ച ആളുകളുടെ ആകെ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ പഠിക്കാനുള്ള കാര്യം എത്രയേ ഉള്ളൂ. എന്താണ് പ്രിവാലൻസ്? അത് രോഗവ്യാപനമാണ്. പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഡിസീസ്, എന്താണ്, ഡിസീസ് പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് ഗിവൺ ടൈം. അത്രയേ ഉള്ളൂ. ഒരു നിശ്ചിത സമയത്ത് ഒരു സ്പെസിഫിക് പോപ്പുലേഷന്റെ രോഗം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിവാലൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പിന്നെ മാത്രമല്ല, ഈ ഒരു പ്രിവാലൻസ് കൊണ്ട് നമുക്ക് ഏതെല്ലാം വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതെല്ലാം രീതിയിൽ അസുഖങ്ങൾ വ്യാപിക്കാം അല്ലെങ്കിൽ ആ ഒരു രോഗനിർണയത്തിന് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു പ്രിവാലൻസ് റേറ്റ് ആണ് കേട്ടോ. രോഗനിർണയമല്ല, രോഗവ്യാപനത്തിന് മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് പ്രിവാലൻസ് റേറ്റ് ആണ് കേട്ടോ. ഇനി പ്രിവാലൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. ഓക്കെ, ആ ഒരു 3 പോയിന്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടൻസ്. ഓക്കെ, പ്രിവാലൻസ് ഇമ്പോർട്ടൻസ്. അതായത് പ്രിവാലൻസിന്റെ പ്രാധാന്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രിവാലൻസിനെ പറ്റി പഠിക്കുന്നത്? പ്രിവാലൻസ് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The prevalence and incidence of a disease are among the most basic measures in epidemiology. എന്താണ് എപ്പിഡമോളജി എന്ന് പറഞ്ഞാല്? എപ്പിഡമോളജി എന്ന് വെച്ചാൽ എന്താണ്? പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെ? അതായത് നമ്മൾ ഈ പറയുന്ന രോഗങ്ങള് വ്യാപിക്കുന്നതിനെയും ഈ ഡിസീസും ഡിസോർഡേഴ്സും ഒക്കെ വ്യാപനത്തെ സംബന്ധിക്കുന്ന എന്താണ്, ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. അതായത് ഒരു വൈദ്യശാസ്ത്ര മേഖലയാണ് എന്ത്, എപ്പിഡമോളജി എന്ന് പറയുന്നത്. അതെന്താണ്? പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഓരോ രോഗങ്ങള് അല്ലെങ്കിൽ ഡിസോർഡേഴ്സുകളൊക്കെ ഒരു പോപ്പുലേഷന്റെ എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ കേട്ടോ. അതിനെയാണ് നമ്മൾ എപ്പിഡമോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എപ്പിഡമോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലുകളിൽ ഒന്നാണിത് ഈ പറയുന്ന പ്രിവാലൻസും ഇൻസിഡൻസ് ഓഫ് ഡിസീസും, അല്ലെ? രോഗവ്യാപനവും രോഗസംഭവങ്ങളും എന്നൊക്കെ പറയുന്നത് എപ്പിഡമോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലുകളിൽ ഒന്നാണ്. കാര്യം എന്താണ്? നമുക്ക് ഈ പ്രിവാലൻസ് റേറ്റും ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ഒക്കെ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന രോഗത്തിനെ ഒരു പരിധി വരെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും, അല്ലെ? നമ്മുടെ രോഗവ്യാപനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പിഡമോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലുകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ്. ഓക്കെ, ഇനി നോക്കാം. Prevalence is a measure of the load of disease in a population in a given location and at a particular time as represented in a count of the number of people affected. എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണമാണ്. അതല്ലേ നമ്മൾ പറഞ്ഞത്? രോഗം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്തിന്റെയും കൂടെ അളവാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോപ്പുലേഷനിൽ എത്രത്തോളം രോഗവ്യാപനമുണ്ട്, അല്ലെ? ആ രോഗത്തിന്റെ വ്യാപനം അല്ലെങ്കിൽ ആ ഒരു രോഗഭാരം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന ഒരു സംഭവമാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നതും ശരിയാണ്, ഒരു പോപ്പുലേഷന് എത്രത്തോളം രോഗവ്യാപനമുണ്ട് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പൊ രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ പ്രിവാലൻസ് is a measure of the load of disease in a population in a given location and at a particular time as represented in a count of the number of people affected. ഒരേ കാര്യത്തിന് തന്നെ പല രീതിയിൽ ഇവർ പറയുന്നത് മാത്രം കേട്ടോ. പ്രിവാലൻസ് എന്താണെന്നുള്ളതും പ്രിവാലൻസ് റേറ്റ് എന്താണെന്നുള്ളതും അതിന്റെ ഫോർമുല എന്താണെന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കണത്
മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് കേട്ടോ, അടുത്തത് നോക്കുക. ദ ഡിസീസ് ഹാസ് ദ ഹൈയസ്റ്റ് പ്രിവാലൻസ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഹൈയസ്റ്റ് പ്രിവാലൻസ് ഉള്ള, ഹൈയസ്റ്റ് വ്യാപനമുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ വ്യാപനമുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഈ രോഗം എന്ന് പറയുമ്പോൾ ഇവിടെ പകർച്ചവ്യാധികളെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പകർച്ചവ്യാധികൾ ഇപ്പൊ നമ്മൾ ജലദോഷം, പനി, ചുമ അല്ലെങ്കിൽ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തും കൂടിയാണെന്ന് അറിയാമോ? ജീവിതശൈലി രോഗങ്ങളും കൂടിയുണ്ട് കേട്ടോ. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഈ പറയുന്ന ഹൃദ്രോഗങ്ങള്, ക്യാൻസർ, പ്രമേഹം, അതും എന്താണ്? രോഗങ്ങളാണ് അല്ലെ, രോഗാവസ്ഥകളാണ്. അതൊക്കെ പറഞ്ഞ പകർച്ചവ്യാധികൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. പകർച്ചവ്യാധികളല്ല, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതല്ല, പക്ഷെ എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതിലും ഈ പറയുന്ന പ്രിവാലൻസ് ബാധകമാണ് കേട്ടോ. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ പകർച്ചവ്യാധികളുടെ മാത്രം കണക്കാണ്, അങ്ങനെ ചിന്തിക്കരുത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് ഡിസീസ് ഹാസ് ദ ഹൈയസ്റ്റ് പ്രിവാലൻസ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ വ്യാപനമുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രോഗങ്ങളെ പറ്റിയാണ് ഇനി നമുക്ക് പറയുന്നത് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ നമുക്ക് നോക്കാം. Cardiovascular diseases account for the most NCD death. എന്താണ് NCD എന്ന് പറഞ്ഞാല്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എന്തായിരിക്കും NCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? NCD എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കേട്ടോ. പകർച്ചവ്യാധികളല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെയാണ് കേട്ടോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ അതൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നതുമല്ല. അങ്ങനെയുള്ള രോഗങ്ങളെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. Cardiovascular diseases account for most NCD death or 17.9 million people yearly. അതായത് ഓരോ വർഷവും ഏകദേശം 17.9 ദശലക്ഷം ആളുകള് ഈ പറയുന്ന ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൃദ്രോഗമുള്ള ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് എന്ത്? ഹൃദ്രോഗം അല്ലെ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു വർഷം ഏകദേശം 17.9 ദശലക്ഷം ആളുകള് ഈ പറയുന്ന ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നുണ്ട്. അത് തന്നെ സാധനം ജീവിതശൈലി രോഗമാണ് അല്ലെ. ഇനി അത് 17.9. ഇനി തൊട്ട് താഴെ ആരാണ് നോക്കിയേ? ഫോളോഡ് ബൈ ക്യാൻസേഴ്സ് 9.3 മില്യൺ. ഏകദേശം ഒരു 9.3 ദശലക്ഷം ആളുകള് ക്യാൻസർ മൂലം മരണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വ്യാപനമുള്ളൊരു രോഗമായിട്ട് കണക്കാക്കുന്നത് ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസർ ആണ്. പിന്നെ പറയുന്നത് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, അത് 4.1 മില്യൺ കേട്ടോ. ഏകദേശം 4.1 ദശലക്ഷം ആളുകൾക്ക് ഈ പറയുന്ന ശ്വാസകോശ സംബന്ധമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ COPD എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ആസ്മ, ശ്വാസം മുട്ടൽ, അങ്ങനെ എന്താണ് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾ ഏകദേശം 4.1 മില്യൺ എന്താ പറയുക TB ഒക്കെ വരും അതിനകത്ത്. ശ്വാസകോശ രോഗമാണ്, ക്ഷയരോഗം കേട്ടോ. 4.1 മില്യൺ ഉണ്ട്. പിന്നെ പറയുന്നത് ഡയബറ്റിസ് ആണ് കേട്ടോ. പ്രമേഹം എന്താണ് സ്ഥിതി? ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ക്യാൻസർ രോഗം. അതെ അതെ കറക്റ്റ്. CJ എന്താ പറയുക? കിഡ്നി ഡയബറ്റിസ് കറക്റ്റ് കേട്ടോ. ഡയബറ്റിസ് അതായത് 2 മില്യൺ ഇൻക്ലൂഡിങ് കിഡ്നി ഡിസീസ് ഡെത്ത്സ് കോസ്ഡ് ബൈ ഡയബറ്റിസ്. അതായത് പ്രമേഹം മൂലം ഒരുപാട് നാള് പ്രമേഹമുള്ള ആളുകൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? കിഡ്നി തകരാറുകൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ പ്രമേഹം മൂലം ഉണ്ടാകുന്നെങ്കിൽ പ്രമേഹം മൂലം ഉണ്ടാകുന്ന കിഡ്നി രോഗത്തെ തുടർന്നിട്ട് മരണപ്പെടുന്ന ആളുകൾ ഏകദേശം 2 ദശലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ മരണപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഏറ്റവും പ്രിവാലൻസ് ഇവിടെ പറഞ്ഞത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കാര്യമല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് ഉള്ള വ്യാപനമുള്ള രോഗങ്ങളാണ് ഹൃദ്രോഗം, അതിന് തൊട്ടുകാണ് ക്യാൻസർ, അതുപോലെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, പിന്നെ ഇതുപോലെ തന്നെ ഡയബറ്റീസ്. ഇന്നിപ്പോ ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാല് വളരെ ചുരുക്കമാണെന്ന് പറയാം അല്ല. അത്രയേറെ എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രസമാണ്. ചെറുപ്പക്കാർക്ക് വരെ ഇഷ്ടം പോലെ എന്താണ് പ്രമേഹമാണ് അല്ലെ. പ്രമേഹ രോഗം ഇല്ലാത്തവരും വളരെ ചുരുക്കമാണ്. ഇന്നിപ്പോ ഒരു വീട്ടില് ചായയോ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോ ആരെങ്കിലും വരുമ്പോ അതിന് നമുക്ക് ചോദിക്കണം അല്ലെ, മധുരം വേണോ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അത് അത്രയധികം കൂടുതലാണ് അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അതാണ് കേട്ടോ.
അത് ഈ ഒരു റേറ്റ് അല്ല, നിങ്ങൾ ആ ഒരു ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. BP ഉണ്ട്, ഓക്കെ, BPയും ബ്ലഡ് പ്രഷർ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക് ഒട്ടും ആരോഗ്യമില്ല അല്ലെ. അതേസമയം നമ്മൾ പണ്ടത്തെ ആൾക്കാരെ നോക്കിയാൽ അവർക്ക് ഈ പറയുന്ന ഷുഗർ ഇല്ല, അല്ലെങ്കിൽ BP ഇല്ല, യാതൊരു പ്രശ്നങ്ങളില്ല. അവരിപ്പോഴും നമ്മളെക്കാളേറെ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുന്നത് അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ ഭക്ഷണത്തിന്റെ ആയിരിക്കും അല്ലെ. ഭക്ഷണത്തിന്റെ എനിക്ക് തോന്നുന്നു കൂടുതൽ സൗകര്യങ്ങൾ കൂടിയപ്പോ അസുഖങ്ങളുടെ എണ്ണം വളരെയധികം കൂടി അല്ലെ. പണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയാണ്, അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാനില്ല. എല്ലാവരും കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അതിൽ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ നല്ല പ്രോട്ടീനും എനർജിയും ഒക്കെ ഉണ്ട് അല്ലെ. അതുകൊണ്ടായിരിക്കണം അവർക്കൊക്കെ ഇത്രയും നല്ല എന്താ അത് തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഇത്തരം ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ പോലെ ഉള്ളവര് എല്ലാവരും 90s കിഡ്സ് പൈസ മതി തുടങ്ങിയ അതെ. ആ ഒരു ഇതിലേക്ക് മാറുകയാണെങ്കിൽ ഇവിടെ ആളുകൾക്കും ലൈഫ് എക്സ്പെക്ടൻസി വളരെ കുറവായിരിക്കും അല്ലെ. പെട്ടെന്ന് മരണപ്പെടുന്ന ആളുകളാണ് ഇപ്പൊ അധികം. പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും ഇരിക്കുന്നു അല്ലെ. നമുക്ക് ഇനി ഇങ്ങനെ ഒരു ആരോഗ്യം തിരിച്ചു പിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. വാട്ട് ഇൻക്രീസസ്, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് കേട്ടോ. വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഒരു രോഗത്തിന്റെ വ്യാപനത്തിനെ വർദ്ധിപ്പിക്കുന്നത് എന്താണ്. ഈ രോഗവ്യാപനത്തിനെ വർദ്ധിപ്പിക്കുന്നത് കാര്യങ്ങളല്ല, രോഗവ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് നോക്കാം. പ്രിവാലൻസ് ഇൻക്രീസസ് when the new disease cases are detected. Bracket incidence, that means incidence of diseases തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. Prevalence increase, underline ചെയ്യാം കേട്ടോ. Prevalence increases when new disease cases are detected. എപ്പോഴാണ് പ്രിവാലൻസ് വർദ്ധിക്കുന്നത്? പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ്, പുതിയ കേസുകൾ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്രിവാലൻസ് അവിടെ വർദ്ധിക്കുന്നത്, വ്യാപനം വർദ്ധിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഓഫ് കോഴ്സ് നമുക്കറിയാം പുതിയ കേസുകൾ. ഫോർ എക്സാമ്പിൾ പറയുന്നത്, സപ്പോസ് ഇപ്പൊ ഒരു 100 ആളുകൾക്ക്, ഒരു പോപ്പുലേഷനിൽ 100 ആളുകൾക്ക് എന്തുണ്ട്? ഈ പറയുന്ന കോവിഡ് ഉണ്ടെന്ന് വിചാരിക്കും. കോവിഡ് ഉണ്ട്. ഒരു 20 കേസും കൂടെ ഇന്ന് പുതിയതായിട്ട് കണ്ടെത്താണ്. 20 കേസുകളും കൂടെ ഇന്ന് പുതിയതായിട്ട് ഡയഗ്നൈസ് ചെയ്യണം. അപ്പൊ ഈ 100 എന്നുള്ളത് എത്രയും മാറി? 120 ആയിട്ട് മാറി അല്ലെ. 120 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയ കേസുകൾ വരുമ്പോഴാണ് ഈ പറയുന്ന പ്രിവാലൻസ് റേറ്റ് ഇൻക്രീസ് ആവുന്നത് അല്ലെ. പിന്നെയോ, ആൻഡ് പ്രിവാലൻസ് ഡിക്രീസസ് when a patient, അതെ സുഷ, പ്രിവാലൻസ് ഡിക്രീസസ് when a patient is either cured or dies. എപ്പോഴാണ് പ്രിവാലൻസ് കുറയുന്നത്? എപ്പോഴാണ് കുറയുന്നത്? ഒന്നില്ലെങ്കിൽ രോഗികൾ ഇതിന് റിക്കവർ ചെയ്ത് വരുമ്പോൾ അല്ലെ, അവർ ക്യൂർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രോഗം മൂലം മരണപ്പെടുമ്പോഴോ ആണ് എന്ത് കുറയുന്നത്? പ്രിവാലൻസ് അവിടെ കുറയുന്നത് അല്ലെ, വ്യാപനം അവിടെ കുറയുന്നത്. ഇതിനെങ്കിൽ എന്ത് ചെയ്യണം? അത് ട്രീറ്റ് ചെയ്ത് അവർ ക്യൂർ ചെയ്യുമ്പോ അല്ലെ, അവരതിന് റിക്കവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ രോഗം മൂലം മരണപ്പെടുമ്പോഴോ ആണ് എന്ത് കുറയുന്നത്? പ്രിവാലൻസ് അവിടെ കുറയുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇത് ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചറിയാവുന്ന കാര്യമുള്ളൂ അല്ലെ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. പ്രിവാലൻസ് ഇൻക്രീസ് ആവുന്നത് പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ്. പ്രിവാലൻസ് കുറയുന്നത് ഒന്നില്ലെങ്കിൽ രോഗി റിക്കവർ ചെയ്യുമ്പോഴോ, അതായത് ക്യൂർ ആകുമ്പോഴോ അല്ലെങ്കിൽ രോഗം മൂലം മരണപ്പെടുമ്പോഴോ ആണ് പ്രിവാലൻസ് അവിടെ കുറയുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. ഇനി എത്ര തരത്തിലുള്ള വ്യാപനമുണ്ട് കേട്ടോ. ഏതൊക്കെ തരത്തിലുള്ള വ്യാപനമാണ് ഉള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് പ്രിവാലൻസ് നോക്കാം. പോയിന്റ് പ്രിവാലൻസ് 3 പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. ഇതൊക്കെയാണ് പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. ഇതൊക്കെയാണത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ടൈം കാലയളവ് വെച്ചിട്ട് പറയുന്നു ഉള്ളൂ കേട്ടോ. ആ ടൈപ്പ് ഓഫ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ, പക്ഷെ കാലയളവിലുള്ളൊരു വ്യത്യാസം. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് അതിന് പല ടൈപ്പുകളായിട്ട് തിരിച്ചവിടെ പറയുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം, പോയിന്റ് പ്രിവാലൻസ്. പോയിന്റ് തന്നെ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൈൻ ടൈം, അല്ലെങ്കിൽ ഒക്കെ പെർട്ടിക്കുലർ ടൈം ഓർ എ സ്പെസിഫൈഡ് ടൈം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. സർട്ടൈൻ ടൈം, അതായത്
ഒരു പോയിന്റ് ഓഫ് ടൈമില് അല്ലെ, ഒരു പോയിന്റ് പ്രിവാലൻസ് എന്നാണ് പറഞ്ഞത്, ഒരു പോയിന്റ് ഓഫ് ടൈമില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമില് അല്ലെ, ആ ഒരു സമയത്തില് ഉള്ള എന്താണ് രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത് പോയിന്റ് പ്രിവാലൻസ് കേട്ടോ. പോയിന്റ് പ്രിവാലൻസ് ഒരു സ്പെസിഫൈഡ് പോയിന്റ്, ഒരു പോയിന്റ് ഓഫ് ടൈമില് അത് ചിലപ്പോൾ ഒരു പ്രിസൈസ് ടൈം ആവാം, പ്രിസൈസ് ഡേറ്റ് ആവാം അല്ലെ, ചിലപ്പോൾ ഒരു ദിവസത്തെ മാത്രം കണക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ, ആ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് രോഗം ബാധിച്ച ആളുകളുടെ എണ്ണമാണ് കണക്കാക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയാം. അപ്പൊ പോയിന്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എന്താണ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈം അല്ലെ, അതിനെയാണ് നമ്മൾ പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയാണ് പോയിന്റ് പ്രിവാലൻസ് ഓഫ് കോൾഡ്, പോയിന്റ് പ്രിവാലൻസ് ഓഫ് കോൾഡ് ഇൻ 1st January 2025 എന്ന് പറയുന്നത് 500 ആണ്. അതായത് 2025 ജനുവരി 1. അപ്പൊ ജനുവരി 1 എന്ന് പറഞ്ഞൊരു ടൈമാണ്, ഒരു എന്താണ് പോയിന്റ് ഓഫ് ടൈം ആണ്, ഒരു ഡേറ്റ് ആവാം അല്ലെ, ഒരു ദിവസം മാത്രമായിരിക്കും കണക്കാക്കുന്നത്. അപ്പൊ 2025 ജനുവരി 1 പോയിന്റ് പ്രിവാലൻസ് ഓഫ് കോൾഡ് വന്നിട്ടുള്ള, ജലദോഷം വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കി, മനസ്സിലായില്ലേ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് പീരീഡ് പ്രിവാലൻസ്. പീരീഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത് വെച്ചിട്ടാണ് അവിടെ പറയുന്നത് അല്ലെ. നോക്കാം നമുക്ക്. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ പീരീഡ് ഓഫ് 12 months കേട്ടോ, വെച്ച് സാധാരണ ഒരു വർഷമാണ് കണക്കാക്കുന്നത്. അപ്പൊ മാറി മറ്റടുത്ത ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഓർ പെർട്ടിക്കുലർ മൊമെന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്ന എന്താണ്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അതായത് the total number of cases of disease അല്ലെ, disease or conditions in a population എന്താണ് at a particular period of time അല്ലെങ്കിൽ over a period of time. യൂഷ്വലി എത്രയാണ് പറയുന്നത്, ഒരു വർഷം അല്ലെ, ഒരു 12 മാസത്തിൽ കണക്കാക്കുക. അതായത് ഒരു വർഷ കാലയളവില് എന്താണ് ഒരു സ്പെസിഫിക് പോപ്പുലേഷന് രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം, അതാണ് എന്ത് പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, വിത്ത് ഇൻ റെഫറൻസ് ടു എ പീരീഡ് ഓഫ് 12 months. ഓക്കെ, പോയിന്റ് ആവുമ്പോൾ സർട്ടൈൻ ടൈം കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അടുത്തത് എന്താണ് പീരീഡ് പ്രിവാലൻസ് പറയുന്നത്, നമുക്ക് കോവിഡ് എന്ന് പറയാം അല്ലെ. കോവിഡ് 2019 എന്ന് പറയുന്ന ആ ഒരു വർഷത്തില് കോവിഡ് ബാധിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ രേഖപ്പെടുത്താം. പീരീഡ് പ്രിവാലൻസ് ഓഫ് കോവിഡ് ഇൻ 2019 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായി, ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതാണ് ലൈഫ് ടൈം പ്രിവാലൻസ്. ലൈഫ് ടൈം പ്രിവാലൻസ് ഒക്കെ എന്തായിരിക്കും, ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ദ ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ടു ദ ടോട്ടൽ ലൈഫ് ടൈം, ഒരു ജീവിത കാലയളവില്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മറ്റേ എനി പോയിന്റ് ഓഫ് ലൈഫ് ടൈം അങ്ങനെയും പറയാം കേട്ടോ. ലൈഫ് ടൈമില് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച്, അത് പിന്നീട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ജീവിതകാലം മുഴുവൻ, ഒരു ജീവിത കാലയളവ് മുഴുവനും എന്തായിരിക്കും, ആ ഒരു അസുഖം ബാധിച്ചായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു അസുഖബാധിതരായിരിക്കും, അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് കേട്ടോ. അപ്പൊ നോക്കുക, ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസസ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ഇൻ എ പോപ്പുലേഷൻ എന്താണ്, ടു ദ ടോട്ടൽ ലൈഫ് ടൈം, ഒരു ജീവിത കാലയളവ് മൊത്തം. ഹൃദ്രോഗങ്ങള്, പ്രമേഹം, അതൊക്കെ അങ്ങനെയുള്ള അസുഖം, ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതൊക്കെ ഒരു ടോട്ടൽ ലൈഫ് ടൈം ഉള്ള അസുഖമാണ് അല്ലെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ടൈപ്പ് ഓഫ് പ്രിവാലൻസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ കാലയളവിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ് ഓർ പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് ഒരു സ്പെസിഫൈഡ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ചുകൂടെ വലിയ കാലയളവാണ്, സാധാരണ ഒരു വർഷമൊക്കെയാണ് ഇത് പറയുന്നത് കേട്ടോ. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ലൈഫ് ടൈം ആണ്, ജീവിത കാലയളവ് മൊത്തമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ടൈപ്പ് ഓഫ് പ്രിവാലൻസ് അതെങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കും കേട്ടോ. ഇങ്ങനെ സെന്റൻസ് നിന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണ് എന്ന് ചോദിക്കാം. പോയിന്റ് ആണോ, പീരീഡ് ആണോ, ലൈഫ് ടൈം ആണോ എന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഒരു ഫോർമുലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഒരെണ്ണത്തിന്റെ ഫോർമുലയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരെണ്ണം വെച്ച് നമുക്ക് മറ്റുള്ളതും ഈസി ആയിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും കേട്ടോ. നോക്കാം, ഫോർമുല നോക്കാം. പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുലയാണ് അവിടെ കൊടുത്തേക്കുന്നത്. is equal to point prevalence is equal to number of cases in a defined population at one point of time. അല്ലെ, അതായത് പെർട്ടിക്കുലർ ടൈം ആണ്, 1 point of time divided by എന്താണ്
number of people in a defined population at the same point in time. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ് പ്രിവാലൻസ്? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ, അതായത് ഒരു സ്പെസിഫിക് പോപ്പുലേഷനകത്ത് എന്താണ് അസുഖമുള്ള ആളുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ അതേ കാലയളവല്ല അതേ സമയത്ത് ആ പോപ്പുലേഷനിലുള്ള ആകെ ആളുകളുടെ എണ്ണം. മനസ്സിലായോ? ആ ഒരു സമയത്ത് ആ ഒരു പോപ്പുലേഷനിലുള്ള ആകെ ആളുകളില് എത്ര പേര് അസുഖബാധിതരാണ് എന്നതിന്റെ ആ ഒരു പ്രൊപ്പോർഷനാണ് ഇത് പോയിന്റ് പ്രിവാലൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ എല്ലാം സെയിം ആണ് ഇവിടെ. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? നമ്പർ ഓഫ് കേസസ് ആണ്. ന്യൂമറേറ്ററിൽ വരുന്നത് നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചേ നിങ്ങൾ. ഞാൻ കുറച്ചൊന്ന് വെള്ളം കുടിക്കും കേട്ടോ. വായിച്ചോ? ഓക്കെ അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പീരീഡ് പ്രിവാലൻസ് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അങ്ങനെ പറയുമ്പോ നമ്മൾ പീരീഡ് പ്രിവാലൻസ് നിങ്ങളൊന്ന് ആലോചിക്കുക. എങ്ങനെ പറയും നമ്മള്? നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ എന്താണ് പറയാ നമ്മള്? ഓവർ എ പീരീഡ് അല്ലെ? ഓവർ എ പീരീഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ആണ് സെയിം പോയിന്റ്, എന്താണ് സെയിം പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ സെയിം പീരീഡ്. അങ്ങനെ എഴുതിയ പോരെ? അപ്പൊ എന്തായി? പീരീഡ് പ്രിവാലൻസ് ആയി. സാധാരണ ഒരു പീരീഡ് പ്രിവാലൻസ് ഒരു വർഷത്തേക്കായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. 12 months ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് ലൈഫ് ടൈം പ്രിവാലൻസ് പറഞ്ഞൂടെ? ഇതേ ഫോർമുല വെച്ച് നമുക്ക് പറഞ്ഞൂടെ? ഇങ്ങനെ പറയും നമ്മള് നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ടു ദ ടോട്ടൽ ലൈഫ് ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം എന്താണ് ലൈഫ് ടൈം അല്ലെ? സെയിം ലൈഫ് ടൈം. ഓക്കെ, അങ്ങനെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ബാക്കി രണ്ടെണ്ണം പറയാനായിട്ട് സാധിക്കും. എന്ത് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ? ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് ഡിസീസ് കേസസ് വരുന്നു, താഴെ വരുന്നത് നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, നമ്പർ ഓഫ് പീപ്പിൾ. പിന്നെ നമ്മൾ നോക്കേണ്ടത് പീരീഡ് പോയിന്റ് ആവുമ്പോൾ മറ്റേ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൊമെന്റ്. പീരീഡ് ആവുമ്പോൾ ഓവർ എ പീരീഡ്, യൂഷ്വലി 12 months. ലൈഫ് ടൈം ആവുമ്പോൾ ടോട്ടൽ ലൈഫ് ടൈം. അത്ര മാത്രമേ മാറ്റം വരുത്താനായിട്ട് ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. അപ്പൊ പ്രിവാലൻസിനെ പറ്റി ഏകദേശം നമുക്കൊരു ധാരണ എനിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് യൂസസ് ഓഫ് പ്രിവാലൻസ് കേട്ടോ. പ്രിവാലൻസിന്റെ ഉപയോഗം എന്താണ്? ഇങ്ങനെയുള്ള ഒരു പ്രിവാലൻസ് റേറ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? വെറുതെ ആണോ നമ്മളിങ്ങനെ പ്രിവാലൻസ് റേറ്റ് മെഷർ ചെയ്യുന്നത്? അതുകൊണ്ട് വല്ല പ്രയോജനങ്ങൾ നമുക്കുണ്ടോ? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം, എളുപ്പമാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് the magnitude of health problem or disease in community. അല്ലെ? ആ ഒരു കമ്മ്യൂണിറ്റിയില്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അസുഖ വ്യാപനം അല്ലെ, രോഗവ്യാപനത്തെ പറ്റി നമുക്ക് അളക്കാനായിട്ട് സഹായിക്കുന്നു. ശരിയല്ലേ പറഞ്ഞത്? ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അസുഖ വ്യാപനം എത്രത്തോളം ഉണ്ടെന്നും കണക്കാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? പ്രിവാലൻസ് റേറ്റ് ആണ്. ശരിയല്ലേ? നമ്മൾ കോവിഡ് വന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത്ര ആളുകൾക്ക് കോവിഡ് ബാധിച്ചു, ഇത്ര പേര് റിക്കവർ ചെയ്തു, ഇത്ര ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കണക്ക് വെച്ച് പറയുന്നുണ്ട്. എങ്ങനെ നമ്മളത് കണക്കാക്കുന്നത്? ഈ പ്രിവാലൻസ് റേറ്റ് വെച്ചിട്ടാണ് അല്ലെ? ഈ പ്രിവാലൻസ് റേറ്റിലൂടെയാണ് നമുക്ക് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെ? ഇത്ര ആളുകൾക്ക് കോവിഡ് ബാധിച്ചു, ഇത്ര പേര് റിക്കവർ ചെയ്തു, ഇത്ര പേര് മരണപ്പെട്ടു എന്നൊക്കെ ഓരോ ദിവസം എന്നോണം വന്ന് വാർത്തയിൽ പറയുമായിരുന്നു അല്ലെ? ആ കണക്ക് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള പ്രിവാലൻസ് മെഷർമെന്റിലൂടെ കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻസ്. എന്താണ്? ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻസ്. അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ശരിയല്ലേ? നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു നിശ്ചിത പോപ്പുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു 5 പോപ്പുലേഷനിൽ 5 ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളിലായിട്ട് നമ്മൾ പ്രിവാലൻസ് റേറ്റ് മെഷർ ചെയ്തുകൊണ്ടിരിക്കാം.
അതിനകത്ത് മൂന്നാമത്തെ പോപ്പുലേഷൻ സാമ്പിളിനകത്ത് പ്രിവാലൻസ് റേറ്റ് കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ആ ഒരു അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഉയർന്ന രോഗസാധ്യതയുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് ആ മൂന്നാമത്തെ പോപ്പുലേഷൻ യൂണിറ്റിലാണെന്നല്ലേ അത് ഉദ്ദേശിക്കുന്നത്. എന്ന രീതിയിൽ അതാണ് പറയുന്നത്, ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഈ ഒരു കണക്കുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, അതാണ് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? യൂസ്ഫുൾ ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസ്. ഇതാണ് യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസ്. അതായത് ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ആസൂത്രണപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കണ്ടെത്താനും എന്ത് സഹായിക്കുന്നു? പ്രിവാലൻസ് നമുക്ക് ഉപകാരപ്രദമാണ്. ശരിയല്ലേ? അതായത് നമ്മളിപ്പോ ഒരു രോഗം വന്നു, ആ രോഗത്തിന്റെ വ്യാപനം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അതിനനുസരിച്ച് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സുകൾ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലാണെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമുക്ക് അതിന്റെ റേറ്റ്, പ്രിവാലൻസ് റേറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കി ഇത്രയൊക്കെ വ്യാപനം നടക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ അത്രയും സ്പീഡിൽ അത് സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലുകളിലായാലും മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലായാലും അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും അതുപോലെ തന്നെ അവർക്ക് വളരെ ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഈ പ്രിവാലൻസ് റേറ്റ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. So useful for the administrative and planning purposes. ഭരണപരമായിട്ടുള്ള ആസൂത്രണപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? അതുപോലെ നമ്മുടെ കോഴിക്കോട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തു അല്ലെ. നിപ്പ വൈറസ് വന്ന സമയത്ത് ആ കോഴിക്കോട് വിട്ട് വേറൊരു ജില്ലയിലോട്ട് അത് പോകത്തില്ല. കാര്യം എന്താണ്? കറക്റ്റ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തു. അതുകൊണ്ടാണ് അല്ലെ ആ ഒരു അസുഖം അവിടെ തന്നെ ഒതുങ്ങി നമുക്ക് അവിടെ തന്നെ വെച്ച് അത് തീർക്കാൻ പറ്റിയില്ല. മറ്റുള്ളൊരു ജില്ലകളിലേക്ക് ഒന്നും അത് എന്ത് ചെയ്തില്ല, സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു പ്രിവാലൻസ് റേറ്റ് മനസ്സിലാക്കുമ്പോൾ തന്നെ അവര് അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ തന്നെ അതിന് വേണ്ട പ്ലാനിങ്ങുകളും പ്രിവെന്റീവ് മെഷേഴ്സും ഒക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പൊ അത് വളരെയധികം അത് ഉപകാരപ്പെടുന്നു അല്ലെ. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയും അസുഖ വ്യാപനത്തെ പറ്റിയും മനസ്സിലാക്കാനായിട്ട് അതിനെ അളക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഉയർന്ന രോഗസാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ എന്താണ്? ഭരണതലങ്ങളിൽ ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കണ്ടെത്താനും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്തതാണ് ലിമിറ്റേഷൻ ഓഫ് പ്രിവാലൻസ് കേട്ടോ. ഇനി പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻ എന്താണ്? കാര്യം ഇനി പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ചില പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ലൈസ് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ അറ്റ് എ പോയിന്റ് ഇൻ ടൈം. അതാണ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ലൈസ്, ചെറിയൊരു സ്ലൈസ്, നമ്മൾ പറയും സ്ലൈസ്, ചെറിയൊരു കഷ്ണം അല്ലെ, ചെറിയൊരു സാമ്പിള്. സ്ലൈസ് ത്രൂ ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ അറ്റ് എ പോയിന്റ് ഇൻ ടൈം. അതായത് ശരിക്കും പറയുന്നത് കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ഓരോ പോപ്പുലേഷൻ യൂണിറ്റുകളിലായിട്ടാണ് ഈ പറയുന്ന റേറ്റുകളെല്ലാം തന്നെ മെഷർ ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മളിപ്പോ ഡെത്ത് റേറ്റ് പഠിച്ചു, മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന പ്രിവാലൻസ് റേറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഓൾറെഡി പഠിച്ചൊരു പോയിന്റ്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോ പോപ്പുലേഷൻ യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ 1000 പേരില്, 50 പേരില്, 100 പേരില്, അങ്ങനെയല്ലേ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ലൈസ് ത്രൂ ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ. അതായത് നമുക്കൊരു നിശ്ചിത കാലയളവില് ഒരു ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ ഏരിയയിൽ മാത്രമാണ് നമുക്കത് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. ശരിയല്ല? നമുക്ക് മൊത്തത്തിലുള്ള വേൾഡ് വൈഡ് നമുക്ക് സാധിക്കുന്നില്ല. നമ്മളിങ്ങനെ ഓരോരോ പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ട് എടുത്തിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു നിശ്ചിത കാലയളവിൽ നമുക്ക് വളരെ ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ ഏരിയയിൽ മാത്രമേ നമുക്ക് ആ ഒരു റേറ്റ്, ഒരു സ്ലൈസ്, അതുകൊണ്ടാണ് ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ലൈസ്, ചെറിയൊരു കഷ്ണം അല്ലെങ്കിൽ ചെറിയൊരു സാമ്പിളിൽ മാത്രമേ നമുക്കത് കണക്കാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതിന് നമുക്കൊരു വലിയൊരു പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സാധിക്കുന്നില്ല. ശരിയല്ല? അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് അല്ലെ. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓരോരോ പോപ്പുലേഷൻ യൂണിറ്റുകളിൽ ഇങ്ങനെ ഓരോ യൂണിറ്റുകളായിട്ട് കണ്ടുകണ്ട് അതിൽ നിന്ന് അനലൈസ് ചെയ്തിട്ട് വേണം മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഒരു ആവറേജ് പിക്ചർ, മൊത്തത്തിലുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടാനായിട്ട് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ ഒരു റേറ്റ് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്?
It can be viewed as a slice to the proportion of population at a point in time. Okay, clear? അടുത്തത് നോക്കാം. Not consider the duration of disease. ശരിയല്ലേ? Not consider the duration of disease. ഇവിടെ ഈ പറയുന്ന രോഗത്തിന്റെ ദൈർഘ്യം അല്ലെ, എത്ര കാലം ഈ രോഗം നീണ്ടു നിൽക്കുന്നത്. വ്യാപനം ഓക്കെ, വ്യാപനത്തെ പറ്റി നമുക്ക് അളവും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ എത്ര കാലം ഈ രോഗം നിലനിൽക്കുന്നുണ്ട് അല്ലെ, എത്ര കാലം വരെ ഈ രോഗം നിലനിൽക്കുന്നുണ്ട് എന്നതിനെ പറ്റി അവിടെ പരിഗണിക്കുന്നില്ല. ശരിയല്ലേ പറഞ്ഞപ്പോ കോവിഡ് വന്നപ്പോ കോവിഡ് വ്യാപിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എത്ര കാലം ഇത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കോവിഡിന് എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വരുന്ന ചുമ, പനി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ തന്നെ ലക്ഷണങ്ങളാണ് അല്ലെ. അപ്പൊ എത്ര കാലം ആ ഒരു അസുഖത്തിന്റെ ദൈർഘ്യം അവിടെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് കേട്ടോ. അടുത്ത നോക്കാം. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഓൺലി ആൻസർ who has and who do have how many at present. അതായത് ആകെ എന്തിനുള്ള ആൻസർ മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ഹൗ മെനി, എത്ര പേർക്ക് ഇപ്പൊ അസുഖമുണ്ട്, അല്ലെങ്കിൽ എത്ര പേരിലാണ് ഇപ്പൊ അസുഖം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എവിടെ കിട്ടുന്നില്ല നമുക്ക്. ഈ പറയുന്ന പ്രിവാലൻസ് റേറ്റ് നമുക്ക് കിട്ടുന്നില്ല. സോറി, അത് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അതായത് ഓൺലി ആൻസർ ഹു ഹാസ് ആൻഡ് ഹു ഡു ഹാവ്, അല്ലെങ്കിൽ ഹൗ മെനി അറ്റ് പ്രസന്റ്, എത്ര ആളുകൾക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ എത്ര ആളുകൾ നിലവിൽ രോഗബാധിതരാണ് എന്നുള്ളതിനുള്ള ആൻസർ മാത്രമേ നമുക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ. അല്ലാണ്ട് ആ അസുഖത്തിന്റെ ദൈർഘ്യത്തിനെ പറ്റി ഒരു ഐഡിയയും അവിടെ ലഭിക്കുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ ലിമിറ്റേഷൻ കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ്. നോട്ട് ആൻസർ when and how likely the disease develop. We not suit for etiological studies. എന്താണ് പറയുന്നത്? നോട്ട് ആൻസർ when and how likely the disease develop. അതായത് എപ്പോഴാണ്, എങ്ങനെയാണ് ഈ രോഗം ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഈ രോഗം വ്യാപിച്ചത് എന്നതിനെ പറ്റിയുള്ള ഒരു ആൻസർ അവിടെ കിട്ടുന്നുണ്ടോ നമുക്ക്? ഇല്ല അല്ലെ, അതിനെ പറ്റി യാതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ട് ഫോർ എറ്റിയോളജിക്കൽ സ്റ്റഡീസ്. എന്താണ് എറ്റിയോളജി എന്ന് പറഞ്ഞാൽ? എന്താണ് എറ്റിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് ഡിസീസസ് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന രോഗങ്ങളുടെ ആ ഉറവിടത്തെ പറ്റി, എങ്ങനെയാണ് ആ രോഗം എന്താ പറയാ ഒറിജിനേറ്റ് ചെയ്തത് എന്നതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് കേട്ടോ എത്തിയോളജി എന്ന് പറഞ്ഞത്. ആ എത്തിയോളജി സ്റ്റഡീസിനൊട്ടും ഇത് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. കാര്യം എന്താണ്? ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ വികസിച്ചു വന്നു എന്നതിനെ പറ്റി അവിടെ എന്ത് ചെയ്യുന്നില്ല, ആൻസർ നമുക്ക് ലഭിക്കുന്നില്ല. അതൊക്കെ അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ ലിമിറ്റേഷൻ പറഞ്ഞത്? അതായത് ഒരു നിശ്ചിത കാലയളവില് ചെറിയ തോതിലുള്ള ചെറിയ ഏരിയയിൽ മാത്രമേ നമുക്കത് കണക്കാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ പോപ്പുലേഷനിലോട്ട് നമുക്കതിനെ ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അസുഖത്തിന്റെ ദൈർഘ്യത്തെ പറ്റി ഇവിടെ പരിഗണിക്കുന്നില്ല. പിന്നെ ആകെ എന്തിന് മാത്രമുള്ള ആൻസർ അവിടെ കൊടുക്കുന്നുള്ളൂ, എത്ര പേർക്ക്, എത്ര ആളുകൾക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത് എന്നതിന്റെ ഒരു ആൻസർ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം മാത്രമേ നമുക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ. അല്ലാണ്ട് എത്ര കാലം, എങ്ങനെയാണ് ഈ രോഗം ഡെവലപ്പ് ചെയ്തത് എന്നതിനെ പറ്റിയുള്ള ഒരു അറിവ് അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് എത്തിയോളജിക്കൽ സ്റ്റഡീസിനൊട്ടും സ്യൂട്ടബിൾ അല്ല. മനസ്സിലായല്ലോ ഇതിന്റെ ലിമിറ്റേഷൻസ്? ക്ലിയർ ആയോ? അഡ്വാൻറ്റേജ് 3 പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് 4 കേട്ടോ. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഇത് വായിച്ചു നോക്കണം കേട്ടോ, നിങ്ങൾ വായിക്കണം, അപ്പോഴും ക്ലിയർ ആവുള്ളൂ കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. എന്താണ് എറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് ഡിസീസ് കേട്ടോ. സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് ഡിസീസ്, അതായത് ഈ പറയുന്ന രോഗത്തിന്റെ ഉറവിടത്തെ പറ്റിയുള്ള പഠനമാണ് കേട്ടോ. എവിടെ നിന്നാണ് ആ രോഗം വന്നത് എന്നതിനെ പറ്റിയുള്ള പഠനം. ദാറ്റ് ഈസ് കോൾഡ് എറ്റിയോളജി കേട്ടോ. ഓക്കെ, സ്റ്റഡി ഓഫ് ദ, അതന്നെ കറക്റ്റ് ആണ് കേട്ടോ സുഷ. അപ്പൊ നമ്മള് പ്രിവാലൻസ് എന്താണെന്ന് മനസ്സിലാക്കി, പ്രിവാലൻസ് റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, പിന്നെ പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, പ്രിവാലൻസ് റേറ്റ് എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത്, ടൈപ്സ് ഓഫ് പ്രിവാലൻസ്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പ്രിവാലൻസ് കണക്കാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകളും ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. പ്രിവാലൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് അഥവാ ഫാക്ടേഴ്സുകള് എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ടാബുലാർ കോളം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ടാബുലാർ കോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് വൈസ് നോക്കാം.
ഒന്നാമത്തത് ഇൻക്രീസ്ഡ് എന്നാണ് കേട്ടോ, ഇൻസെൻസ്ഡ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇൻക്രീസ്ഡ് എന്നാക്കാം കേട്ടോ, ഇൻക്രീസ്ഡ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇൻസെൻസ്ഡ് എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇൻക്രീസ്ഡ് ബൈ ആദ്യത്തെ കോളം ആണ്. രണ്ടാമത്തെ കോളം ഡിക്രീസ്ഡ് ബൈ ട്ടോ, കുറയുന്നത്. അതായത് ഇങ്ങനെയൊക്കെയാണ് പ്രിവാലൻസ് കൂടുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതായത് കൂട്ടാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, കുറയ്ക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ടാബിലൊക്കത്തിലായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. അതെ, കൂടുന്നതും കുറയുന്നതും കേട്ടോ, അല്ലെങ്കിൽ അത് കൂടാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, കുറയാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇൻക്രീസ്ഡ് ബൈ നോക്കാം കേട്ടോ. കൂടാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എപ്പോഴാണ് പ്രിവാലൻസ് കൂടുന്നത് നമ്മൾ പഠിച്ചത്? എപ്പോഴാണ് പ്രിവാലൻസ് കൂടുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു, കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു. എപ്പോഴാണ് പ്രിവാലൻസ് കൂടുന്നത്? എപ്പോഴാണ്? ആൻസറിലെ ആർക്കും ന്യൂ കേസസ്. വെരി ഗുഡ് സുനൈന, ജിസ്ന, സുബി കറക്റ്റ് ആണ് കേട്ടോ. എപ്പോഴാണ് പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ, അല്ലെ, പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വർദ്ധിക്കുന്നത്? പ്രിവാലൻസ് വർദ്ധിക്കുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. സുശാന്ത്, ലക്ഷ്മി, രേഷ്മ കറക്റ്റ് ആണ്. എപ്പോഴാണ് പ്രിവാലൻസ് കുറയുന്നത്? എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? എപ്പോഴാണ് പ്രിവാലൻസ് കുറയുന്നത്? എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ ക്യൂവേർഡ് ഓർ ഡൈ, അതന്നെ. അതായത് ഒന്നില്ലെങ്കിൽ രോഗം മാറുമ്പോഴോ അല്ലെങ്കിൽ രോഗം മൂലം ആളുകള് മരണപ്പെടുമ്പോഴോ ആണ് എന്ത് കുറയുന്നത്? പ്രിവാലൻസ് കുറയുന്നത്. ആ പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ സെയിം പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ആ പോയിന്റ് ഓൾറെഡി ഇതിനകത്ത് കിടപ്പുണ്ട്. അല്ലാത്ത പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കാം നമുക്ക്. ഇൻക്രീസ്ഡ് ബൈ ആണ് പറയുന്നത്. ഫസ്റ്റ് ഇതാണ് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. നമുക്ക് പോയിന്റ് എന്താണ്? ഇൻക്രീസ്ഡ് ആണ് കേട്ടോ. എങ്ങനെയാണ് കൂടുന്ന ഫാക്ടർ എന്താണ്? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്, അല്ലെ, ഈ പറയുന്ന അസുഖത്തിന്റെ കാലദൈർഘ്യം, അല്ലെ. അതായത് ഈ പറയുന്ന കൂടിയ ദൈർഘ്യമാണ്, അല്ലെ, അസുഖത്തിന്റെ ദൈർഘ്യം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രിവാലൻസ് കൂടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അസുഖത്തിന്റെ ദൈർഘ്യം കൂടുതലാണെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു പനി വന്നു. സാധാരണഗതിയിൽ ഒരു 2-3 ദിവസം കൊണ്ട് പനി മാറണം, അല്ലെ. പക്ഷെ ചില പനികൾ വന്നു കഴിഞ്ഞപ്പോ വൈറൽ ഫീവർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ചിലപ്പോ 1-2 ആഴ്ചക്ക് നീണ്ടു നിൽക്കുന്ന പനികളുണ്ട്. ആ പനികള് അത്രയും നാള് നീണ്ടു നിന്ന് എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രിവാലൻസ് കൂടില്ലേ? സ്വാഭാവികമായിട്ട് കൂടും. കാര്യം എന്താണ്? അത്രയും കാലം നമ്മൾ ആ രോഗം ബാധിച്ചിരിക്കുമ്പോ നമ്മളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിലേക്ക് വരെ അതെന്ത് ചെയ്യുന്നു? പകരുന്നുണ്ട്, അല്ലെ, പകരും. അങ്ങനെ പകരുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് വരും? വ്യാപനം വർദ്ധിക്കും. അതല്ലേ അതിന്റെ ലോജിക്ക്. മനസ്സിലായല്ലോ? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്, അല്ലെ, അസുഖത്തിന്റെ ദൈർഘ്യം കൂടുതലാണെങ്കിൽ, അസുഖത്തിന്റെ ദൈർഘ്യം കൂടുന്തോറും എന്താണ്? അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകളിലേക്കും ആ അസുഖം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് വർദ്ധിക്കും? പ്രിവാലൻസ് അവിടെ കൂടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തത് ഇതാണ് പ്രൊലോഗേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. എന്താണ്? പ്രൊലോഗേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. അതായത് ചികിത്സിക്കാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ വീട്ടിലായാലും വയസ്സായ ആൾക്കാർ, നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? പരമാവധി ഒരു ഡോക്ടറെ പോയി കാണില്ല. പിന്നെ എന്താ വെച്ചാൽ അവർ സ്വയം ചികിത്സ ചെയ്യും. അല്ല, എന്റെ കയ്യിൽ 2 പാരസെറ്റമോൾ ഉണ്ട്, അത് 2 ദിവസം കൂടി കഴിച്ചു നോക്കും. അറിയാവുന്ന കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് മാറുമെന്ന് നോക്കിയിരിക്കും, അല്ലെ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? ചിലപ്പോ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അങ്ങനെ ചികിത്സിക്കാതെ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളല്ലേ ചികിത്സിക്കുന്നത്. നമ്മളങ്ങനെ സ്വയം ചികിത്സയായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോ ആ അസുഖത്തിന് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചൊന്നും വരില്ല, അല്ലെ. നമ്മൾ എന്തായാലും ഡോക്ടേഴ്സ് ഒന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് ആ അസുഖത്തിന്റെ ഒരു തീവ്രത എന്താണെന്നോ അതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ സ്വയം ചികിത്സിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് എന്ത് വർദ്ധിക്കും? രോഗവ്യാപനം വർദ്ധിക്കും. രോഗം മാറുമോ? ഇല്ല, രോഗം മാറില്ല. അങ്ങനെ രോഗം മാറാതെ കൊണ്ട് നടക്കും തോറും എന്ത് സംഭവിക്കും? അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകളിലേക്കും ആ രോഗം സ്പ്രെഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും എന്ത് വർദ്ധിക്കും? അവിടെ പ്രിവാലൻസ് വർദ്ധിക്കും.
വർദ്ധിക്കും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ, അതായത് ചികിത്സിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റിന്റെ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ ചികിത്സിക്കാതെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കാതെ സ്വയം ചികിത്സയായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് വ്യാപനത്തിന് കാരണമാകും. സ്വാഭാവികമായിട്ടും പ്രിവാലൻസ് അവിടെ വർദ്ധിക്കും. ക്ലിയർ ആണല്ലോ. അടുത്തത് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ് ബ്രാക്കറ്റിൽ ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് അല്ലെ, പുതിയ രോഗങ്ങൾ കണ്ടെത്തുമ്പോ അല്ലെ, പുതിയ രോഗങ്ങൾ കണ്ടെത്തുമ്പോഴും പ്രിവാലൻസ് അവിടെ വർദ്ധിക്കും. അടുത്ത നോക്കിയേ, 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. എന്താണ് ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്? ഇൻ എന്ന് പറയുമ്പോൾ അകത്താണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കുടിയേറ്റക്കാര് അല്ലെ. ഇപ്പൊ നമ്മൾ കുടിയേറ്റം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് ആളുകൾ പുറത്തോട്ട് പോകുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ വർദ്ധിക്കുന്നത്? ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, ദാറ്റ് മീൻസ് ഇൻ മൈഗ്രേഷൻ ഓഫ് ദ കേസസ് ഓഫ് ഡിസീസസ്. രോഗമുള്ള ആളുകൾ നമ്മുടെ പോപ്പുലേഷന് ഉള്ളിലോട്ട് വരുന്നുണ്ട്. ശരിയല്ലേ? രോഗമുള്ള ആളുകള് നമ്മുടെ പോപ്പുലേഷൻ അകത്തോട്ട്, അതാണ് ഇൻ മൈഗ്രേഷൻ, നമ്മുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷനിലോട്ട് വരുന്നത് എന്തിന് കാരണമാകും? പ്രിവാലൻസ് വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇപ്പൊ കോവിഡിന് എടുത്താൽ മതി. ചൈനയിലല്ലേ ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്? അവിടുന്ന് രോഗം ബാധിച്ച ആളുകൾ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ കോവിഡ് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതാണ് പറയുന്നത് ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി. നേരെ തിരിച്ചാണ്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി. ഔട്ട് എന്ന് വെച്ചാൽ പുറത്തോട്ടാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ആളുകള് നമ്മുടെ പോപ്പുലേഷൻ വിട്ടിട്ട് പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ട്. ശരിയല്ലേ? ഹെൽത്തി ആയിട്ടുള്ള ആളുകള് നമ്മുടെ രാജ്യം വിട്ട് നമ്മുടെ പോപ്പുലേഷൻ വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹെൽത്തി ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയായിരിക്കും? മിക്കവാറും കൂടുതൽ രോഗബാധിതരും പ്രതിരോധ ശേഷി ഇല്ലാത്ത ആളുകളായിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? രോഗവ്യാപനം കൂടും. ശരിയല്ലേ? അത്യാവശ്യം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹെൽത്തി അല്ലാത്ത ആളുകളുടെ എണ്ണം ഇവിടെ കൂടും. അപ്പൊ അതിനനുസരിച്ച് എന്ത് വരും? രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടും. അതിനനുസരിച്ച് പ്രിവാലൻസും കൂടും. ശരിയല്ലേ പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ നാട്ടില് നിലവിൽ ഏകദേശം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പം കുട്ടികൾ എല്ലാവരും തന്നെ പുറത്തോട്ട് ജോലി തേടി പോവല്ലേ. അവരൊക്കെ ഏകദേശം ഒരു ഹെൽത്തി ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അവരൊക്കെ പുറത്തോട്ട് പോകുന്നു. ഇവരുള്ളവരൊക്കെ ഒരുവിധം വയസ്സായ ആൾക്കാരായിരിക്കും. ശരിയല്ലേ? അതെ, പ്രിവാലൻസിന് നമ്മളൊക്കെ വയസ്സായതെന്നാണ് മിസ് പറയുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ മിക്ക കുട്ടികളും +2 ഒക്കെ കഴിയുമ്പോൾ ആരും ഇവിടെ നിൽക്കുന്നില്ലല്ലോ. അപ്പൊ പുറത്തോട്ട് പോവില്ലേ. അവരവിടെ പോയി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ള സമയത്ത് അവരൊക്കെ പുറത്തായിരിക്കും. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഹെൽത്ത് കുറവുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആയിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ട് എന്ത് കൂടും? പ്രിവാലൻസ് അവിടെ കൂടും. ഓക്കെ, പോലെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കൊരു 2 പോയിന്റ് കൂടെ പറയാനായിട്ട് ഡിക്രീസ്ഡ് ബൈ കൂടെ പറയാനുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് വായിക്കാം കേട്ടോ. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഏതെങ്കിലും പോയിന്റ് വല്ലയിടത്തും മനസ്സിലാവാത്തതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. മാം, പിന്നെ വായിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് 2 മോഡുകളും നോക്കുന്ന മാതിരി തീരെ മനസ്സിലാവുന്നില്ല. തേർഡും ഫോർത്തും മനസ്സിലാവണില്ല. പിന്നെ വായിക്കുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് നമ്മള് ഈ ചാപ്റ്റേഴ്സിന്റെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്റെ പോർഷൻ കഴിയുകയാണെങ്കിൽ നമുക്കൊരു റിവിഷൻ ക്ലാസ് വെക്കാം കേട്ടോ. എന്റെ പോർഷൻ പെട്ടെന്ന് തീർക്കാൻ പറ്റുകയാണെങ്കിൽ തിങ്കളാഴ്ച തൊട്ടൊക്കെ ഞാൻ നോക്കട്ടെ, തിങ്കളൊക്കെ ആയിട്ട് തീർക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്ത പോർഷന്റെ ഒക്കെ റിവിഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്ന് വെച്ചാൽ മുൻവർഷ ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കുറെ കൂടി ഉപകാരപ്പെടും കേട്ടോ. ഉപകാരപ്പെടും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ്ട് നമുക്കതിനെ എന്താ പറയാ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അറിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നോക്കാം കേട്ടോ. കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും കേട്ടോ. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ. അതാണ് കേട്ടോ. ഇതിനെപ്പറ്റി പഠിക്കാതിരിക്കേണ്ട നോക്കുക കേട്ടോ. ബുദ്ധിമുട്ടുണ്ടാവും, ഉറപ്പാണത്. ഞാനില്ലാന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി ശരി കേട്ടോ. നമ്മുടെ പോർഷനിൽ അത് പെട്ടെന്ന് തീർക്കുകയാണെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ദക്ഷിണ ഗൈഡ് യൂസ്ഫുൾ? അതെ, ഗൈഡ് യൂസ്ഫുൾ ആണ് കേട്ടോ.
ഗൈഡ് പഠിക്കുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, എന്താണ് ക്യാൻസർ എങ്ങനെയാ പ്രിവാലൻസിൽ വരുന്നത്? ആൻസർ എങ്ങനെ പ്രിവാലൻസിൽ വരുമോ? 9.3 മില്യൺ വരുന്നില്ലേ? ഓക്കെ, അതിന്റെ അളവാണോ പറയുന്നത്? അതിന്റെ റേറ്റ് ആണോ പറഞ്ഞത്? റേറ്റ് ഒന്നും അങ്ങനെ അല്ല, ക്യാൻസർ അങ്ങനെ രോഗവ്യാപനം വരുന്ന അസുഖാണോ? അവളുടെ സൗണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. ക്യാൻസർ അങ്ങനെ രോഗവ്യാപനം വരുന്ന അസുഖാണോ? അതെ അതെ അതെ, ക്യാൻസർ രോഗവ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് ആണ്. അതായത് ഒരാളിന് മറ്റൊരാളിലേക്ക് പകരുന്നു എന്നല്ല, പക്ഷെ കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രോഗം. ഞാൻ അത് തുടക്കമേ പറഞ്ഞു, ഒരിക്കലും പകർച്ചവ്യാധികൾ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കണക്കാക്കരുത്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രോഗം, പ്രമേഹം എന്ന് പറഞ്ഞാൽ പകരുന്ന രോഗമല്ല, ക്യാൻസർ പകരുന്ന രോഗമല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രോഗമുണ്ട് കേട്ടോ. അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് കേട്ടോ. അതും കൂടെ പരിഗണിക്കണം, അങ്ങനെയും കൂടെ പരിഗണിക്കണം കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.